ഏറ്റവും തൃക്കാക്കരയിലൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ, തോറ്റാൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന്. ഇത്തവണ അത് പറയുന്നില്ല. അല്ല, ഞാൻ എന്നോട് ചോദിച്ചില്ലെല്ലാരും. ഞാൻ രാവിലെ കയറി ഇത് പറയണം. അതൊക്കെ പറയേണ്ട അവകാശം അതിപ്പുണ്ടോ? അല്ല, അതൊക്കെ പറയേണ്ട സമയം. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ഐ മെയ്ഡ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. എന്താ പറയുന്നത്? ഇപ്പൊ എടുത്ത നിങ്ങൾ കുറെ എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് ചോദ്യം, ഒരു 10-20 ചോദ്യം ചോദിച്ചല്ല. അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ല. UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു. എങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു, ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്നതിന്. ആ ഘട്ടത്തിൽ പറഞ്ഞോളാം. ഇപ്പൊ ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത്ര ഭയങ്കര ടീം വർക്കാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താണ്? നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ UDFന്റെ ഇതുപോലത്തെ വർക്ക് എന്ന് പറയുന്നത്? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. നിങ്ങൾ കുറെ പേര് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് അതിനെ ആയുധമാക്കാൻ നോക്കുക. കഴിഞ്ഞ ദിവസം തങ്ങൾ പങ്കെടുത്തില്ല. ഹജ്ജിന് പോയ തങ്ങളെങ്ങനെ UDF യോഗം ബഹിഷ്കരിക്കണം? ഹജ്ജിന് പോയ ആള് UDF യോഗം ബഹിഷ്കരിച്ചെന്ന് വാർത്ത കൊടുത്ത ആളല്ലേ നിങ്ങൾ? പാണക്കാട്ടെ കുടുംബത്തിന് ആരും പങ്കെടുത്തില്ല. അതെന്തിനാ അങ്ങനെ? അതിനു മുമ്പേ പോസ്റ്റർ ഇറക്കിയല്ല, ന്യൂസും പോയല്ലോ. പിറ്റേ ദിവസത്തെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണെന്ന് അത് മറച്ചു വെച്ചു. ഇതൊക്കെ നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ പോവാണ്. ഏറ്റവും മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തതിനേക്കാൾ മഹത്തായൊരു കൺവെൻഷനാണ് അവിടെ നടന്നത്. നിങ്ങൾ കണ്ടാണ് അവിടെ എന്തായിരുന്നു എന്റെ വൈബ് നിങ്ങൾ കണ്ട. ഇതുവരെ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഇത്രയും വൈബുള്ള ആൾക്കൂട്ടം മാത്രമല്ല, ഇത്രയും വൈബുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ടിട്ടില്ല. ആ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സ്റ്റേജിൽ ഇത് കണ്ടിട്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അനുഭവമാണ്. ഞാൻ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാത്തതിനൊക്കെ പോകുന്ന ആളല്ലേ. എത്ര വർഷമായി ഞങ്ങൾ നിൽക്കുന്നു. ആ കൺവെൻഷന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചു. അല്ലെ? നിങ്ങൾക്ക് അറിയാമല്ലോ, തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഒരാളും ആ വേദിയിൽ ഉണ്ടാവില്ല. അത് അറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ റിപ്പോർട്ട് ചെയ്തവർക്കില്ലേ? തങ്ങൾ കുടുംബം ഈ കൺവെൻഷനും ഈ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ ആ ഓഡിറ്റോറിയത്തിലോ ആ സ്റ്റേജിലോ ഉണ്ടാവോ? അപ്പൊ നിങ്ങളുടെ കാപട്യമാണത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? എല്ലാവരും അല്ല, ഞാൻ എല്ലാവരെയും പൊതുവൽക്കരിച്ച് പറയില്ല, നിങ്ങളവരെ തെറ്റിദ്ധരിക്കണ്ട. അന്ന് എനിക്ക് തോന്നി ഇതെന്താണ് നിങ്ങളിത് ചെയ്യുന്നത്? കാരണം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരരുത്. ആ കൺവെൻഷനിലെ ഒരു ഐക്യവും അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത മനഃപൂർവ്വം വരാതിരിക്കാൻ ഞങ്ങളിനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആര് ഇതുപോലത്തെ വാർത്തകൾ കൊടുത്താലും അവരെ പേരെടുത്ത് പറയും. ആരാ കൊടുത്തതെന്ന് പറയും, പേരെടുത്ത് പറയും. കാരണം മനഃപൂർവ്വമായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുക. ഞങ്ങളിത് പാലക്കാട് കണ്ടതാണ് ആദ്യത്തെ ഒരാഴ്ച ഇതുപോലെ. എനിക്കിതിനകത്ത് വിഷമമൊന്നുമില്ല. നിങ്ങളിപ്പോ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പറയുന്നു. ഞാൻ പരസ്യത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പരസ്യം അല്ലാതെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പക്ഷെ എനിക്ക് നല്ല ഫ്രീ എയർ ടൈം കിട്ടുന്നുണ്ട്. എത്ര പ്രാവശ്യം എന്റെ പേര് പറയണം. ഞാൻ ഭയങ്കര സന്തോഷവാനാ. ഇത്ര ഫ്രീ ആയിട്ട് എനിക്ക് ഇത്ര എയർ ടൈം ഫ്രീ ആയിട്ട് കിട്ടുവാണ്, ഒരു കാശ് മുടക്കാതെ. മുഴുവൻ സമയം പറയുന്നുണ്ട്. ഇത് പാലക്കാട് കിട്ടിയതാണ്. ഒന്നും സംഭവിച്ചില്ലല്ലോ. പാലക്കാട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞെടുത്തല്ലേ ചെന്ന് നിന്ന്. അതുകൊണ്ട് ഒരു സാമാന്യ യുക്തിക്ക് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തോ, അതൊക്കെ ഉണ്ടാവും. വാർത്ത ഞങ്ങൾക്കെതിരെ കൊടുത്തു. പക്ഷെ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ഔചിത്യം എങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന. ഇനി മാധ്യമപ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കണം. വിനീതമായ അഭ്യർത്ഥന.